കബീർ റിഫായി തങ്ങളെ ആ മജ്ലിസ് അതോടുകൂടെ അവസാനിച്ച ഈ ഒരു മജ്ലിസിൽ തങ്ങൾ ഉസ്താദിനെ കാത്തോണ്ടിരിക്കുമ്പോൾ നല്ലൊരു നിയത്തും വെച്ച് കാത്തിരുന്നെങ്കിൽ നിങ്ങൾ ഓരോ സെക്കൻഡും വലിയ പ്രതിഫലമുണ്ട്. ലുക്മാനിയ ഉസ്താദ് ഞങ്ങൾക്ക് പരിചയം ഇല്ലാത്ത ആൾമാർ ആറൂടെ വന്നിട്ടില്ലാണ്ടുള്ളത് അത് ഗ്യാരണ്ടി ആയിട്ട്. കാരണം ഇത് ഒരു ഉൾപ്രദേശം. ഈ ഉൾപ്രദേശത്തേക്ക് ഊടക്ക് തേടിയെത്തണുണ്ടായെങ്കിൽ ലുക്മാൻ ഉസ്താദിന്റെ ബന്ധമേ വേണു. ഉസ്താദിന്റെ ദാവത്ത്, ഉസ്താദിന്റെ എല്ലാ വർഷം വന്നിട്ടുള്ള ഇതിലെ ഫല. അപ്പോൾ ഞങ്ങൾ എപ്പവും നാണടക്കം നാണിപ്പ കൃഷ്ണാപുരത്തല്ല, ഒരു 2-3 വർഷമായിട്ട് ബജിപ്പ മുറ്റത്തുള്ള ഒരു പുതിയ സ്ഥാപനം അൽ ഗസാലി ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്റർ ചൊല്ലി ഒരു വലിയ സ്ഥാപനം. മർക്കസിലെ ഇഫ്ദുൽ ഖുർആൻ നടക്കടെ മർക്കസിൽ ഇന്റർവ്യൂ ആയിട്ട് കേരള അല്ലാത്ത എല്ലാ സ്റ്റേറ്റിലെ മക്ക, യുപിയുടെയും ബൊംബായിയുടെയും എല്ലാ വേറെ സ്റ്റേറ്റിലെ മക്ക പഠിക്കടെ മർക്കസിലൊരു ഓഫ് ക്യാമ്പസ് ആയിട്ട് ഗസാലി നടന്നുകൊണ്ടുള്ളേ. അതുപോലെ നല്ലൊരു ദേവ ജൂനിയർ സീനിയർ ദേവ നടക്കട്ടെ. ഫ്രീ സ്കൂളും മദ്രസവും ജുമാ പള്ളിയെല്ലാം നടക്കുന്ന ഒരു സ്ഥാപനത്തെ വലിയൊരു ഉത്തരവാദിത്തമുള്ള ആളായിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ മുദരീസും ഖത്തീബും. ആ സ്ഥാപനത്തെ ടോട്ടലി മാനേജർ അതിലെ നടത്തുന്ന ആള് വിദേശത്തായിട്ട് ഏത് മുഹമ്മദ് അലി ആജി മുഹമ്മദ് അലി. അള്ളാഹു അയാൾക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. അൽഗല്ലാഹു ആഫിയത്ത് ആരോഗ്യ ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. കാരണം ഒരു വ്യക്തി ഒരു വലിയൊരു സ്ഥാപനം തിങ്കളിൽ 2 ലക്ഷത്തോളം പണ്ടേ ചെലവ് സ്വന്തം വഹിച്ചിട്ട് 5-6 ഉസ്താദുമാർക്ക് വലിയ ശമ്പളം കൊടുത്തിട്ട് നടത്തുന്നുണ്ടെങ്കിൽ വലിയൊരു തൗഫീക്ക് വേണം. അപ്പൊ അവിടെ നാണും ഇണ്ട് അവിടെ ഗസാലി ഹത്താദ് തങ്ങ വന്നിട്ട് വലിയ ബദരിയ മജ്ലിസ് എല്ലാ തിങ്കളും നടക്കുന്ന മജ്ലിസ് ഉണ്ട്. അതിൽ ഏർപ്പാടാക്കിയിട്ട് അവിടെ ഈ മജ്ലിസ് കൂടെ ആയിട്ട് റിഫായി തങ്ങളെ ഒരു ബർക്കത്തെടുക്കുക ആയിട്ടും ലുക്മാൻ ഉസ്താദിന് ആ ബന്ധം എന്ന് നിലനിപ്പാട്ടൊക്കെ ആയിട്ടായിട്ട് ഈ മജ്ലിസ് കൂടി എത്തി. ഇനിയിപ്പോ അവിടെ എത്തിയിട്ടുണ്ട് മഗ്രിബ് ആയിട്ട് വലിയ മജ്ലിസ്. അവിടെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ പഠിക്കുന്ന മക്ക അവിടെ ഇപ്പൊ മൈക്കാലത്ത് വില കോളേജിൽ നഴ്സ് പഠിக்கிறങ്ങുള്ളവർ, ഡോക്ടർ പഠിக்கிறങ്ങുള്ളവർ, എഞ്ചിനീയർ പഠിக்கிறങ്ങുള്ളവർ, സയൻസ് പഠിக்கிறങ്ങുള്ളവർ, പരിസരത്തുള്ള കോളേജിൽ മൈക്കാലത്തെല്ലാം പഠിക്കുമ്പോൾ അങ്ക് ഹോസ്റ്റലായിട്ട് അവിടെ ക്യാഷ് ഒന്നും എടുക്കില്ല, ഫ്രീ ആയിട്ട് അങ്ക് ഫുഡും നല്ല ദീനി ദാവത്തും നസീഹത്തും ദർസും എല്ലാം ഉള്ള ഒരു വ്യവസ്ഥിതമായ ഒരു സ്ഥാപനമായിട്ട് അൽ ഗസാലി ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്റർ. അപ്പൊ നിങ്ങളുടെ പരിസരത്തുള്ള ദൂരത്തെ അങ്ങ് മൈക്കാലത്ത് വന്ന് പഠിക്കണമെങ്കിൽ അങ്ങക്ക് താമസിച്ചിട്ട് അവിടെ കാല അരഗണ്ടിലെ തെരുവായിട്ട് മാംഗ്ലൂർ പോകുള്ളൂ. അതുക്കുള്ള ഒരു വ്യവസ്ഥിതമായ ഒരു സ്ഥാപനം കൂടി ആയിട്ട് ഈ സന്ദർഭത്തിൽ നിന്നാണ് നിങ്ങൾ അത് പരിചയമാക്കുകയും നെക്സ്റ്റ് വർഷത്തിൽ കോളേജിൽ പോകേണ്ട മക്കളെല്ലാം ഒരു സ്റ്റേ ആവുകയുള്ള ഒരു നല്ലൊരു അവകാശം കൂടി ആയിട്ട് ഫ്രീ ആയിട്ട് സ്റ്റേ ആയിട്ട് നല്ല ദീനി വിദ്യാഭ്യാസം പഠിക്കുന്നതിന് ഒട്ടുകു നല്ല സ്കൂളും കോളേജും എല്ലാം പോകുള്ള ഒരു അവകാശമായിട്ട് അൽ ഗസാലി ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്റർ. അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ലുക്മാൻ ഉസ്താദ് ചൊന്നെങ്കിൽ ഞങ്ങളെ കൃഷ്ണാപുരത്ത് ഞങ്ങളും ഉസ്താദ് എല്ലാവരും 10-25 വർഷമായി തൂർത്ത സുന്നത്ത് ജമാഅത്തിലെ ഖിദ്മത്തിൽ ഒട്ടികെ ഉണ്ട്. ഈ ഭാഗത്തുള്ള സുന്നത്ത് ജമാഅത്തിലെ വലിയൊരു പ്രസ്ഥാനമായിട്ട് മുസ്ലിം ജമാഅത്ത്. ആ മുസ്ലിം ജമാഅത്തിലെ പ്രസിഡന്റ് ആയിട്ട് ലുക്മാനിയ ഉസ്താദ്. ആ ലുക്മാൻ ഉസ്താദിന്റെ നേതൃത്വത്തിലായിട്ട് ഈ ഭാഗത്തുള്ള ഞങ്ങളെ ചെറിയൽ പിന്നെ ഞങ്ങൾ ഒരു 10-25 വർഷത്തിൽ പിന്നെ SYS-ലും ഇതേപോലെ മുസ്ലിം ജമാഅത്തിലും അതുപോലെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യക്രമത്തിലും ദീനി ദഅവത്തിൽ ഏതെല്ലാം സ്ഥാപനങ്ങളുടെ ഇപ്പൊ മുഞ്ഞാണ്ട് ദാറുള്ളശ്ശേരത്തെ സന്തൽ നടന്നിട്ട് അതിലെ സന്നദ്ധാന സമ്മേളനത്തിൽ കൂട്ട വലിയൊരു നിലക്കുള്ള ഉസ്മാൻ ഉസ്താദിനെയും അയാളെ കൂട്ടുകാരൊട്ടുക സന്തൽ നടന്നിട്ട് സാഹിത്യത്തിൽ നടക്കട്ടെ, ദാറുൽ ഇർഷാദിനെ നടക്കട്ടെ, ഏത് നടക്കുമെങ്കിൽ ഉസ്താദ് മുന്നോളിക്കണം. ആ ഒരു നേതൃത്വം അള്ളാഹു താല വലിയ ബർക്കത്ത് കൊടുക്കട്ടെ, വലിയ ആഫിയത്ത് അള്ളാഹു ആരോഗ്യം ദീർഘായുസ് അള്ളാഹു കൊടുക്കട്ടെ. ഈ ഭാഗത്ത് ഒരുമിച്ച് കൂടിയ ഞങ്ങളെ പുത്തു മുഅ്മിനീങ്ങ ഞങ്ങൾക്ക് ഞങ്ങളെ ഉസ്താദ് നേതൃത്വം കൊടുക്കരെ ആ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ വേണം. കാരണം ഞങ്ങൾക്ക് സ്വർഗത്ത് പോകണുണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു സുന്നത്ത് ജമാഅത്തിന് ഒരു ഇത് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കഷ്ടമായി പോകും. ഞങ്ങളെ ഇബാദത്തോണ്ട് കടക്കരെ ചൊല്ലത് ഞങ്ങൾക്ക് ഭാരി കഷ്ട ചൊന്നു. പണ്ടത്തെ സ്വഹാബാക്കളെയും ആലിമിങ്ങളെയും ദീനിയുടെ വലിയ ആലിമിങ്ങളെ ഹിദ്മത്ത് ഞങ്ങളെ ഇബാദത്തെല്ലാം നോക്കിയെങ്കിൽ ഞങ്ങളെ ഇബാദത്ത് ഒരു നിസ്കാര കൈ കെട്ടിട്ട് സലാം വീട്ടുമ്പോൾ ഞങ്ങൾക്ക് ദുനിയാവിടെ എല്ലാം ഞങ്ങളെ മനസ്സിൽ വേണ്ട. മുന്നൽ തങ്ങളെ ചരിത്രമെല്ലാം ഞങ്ങൾക്ക് ഉസ്താദുമാർ പഠിപ്പാട്ടിയതും കിതാബിൽ കണ്ടതും ഞങ്ങൾ നിസ്കാരത്ത് കൈക്കെട്ടിയും സലാം വീട്ടിൽ പിന്നെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ആയിട്ട് ഞങ്ങൾക്ക് എന്തും അങ്ങ് ഒന്നിക്കില്ല, അങ്ങ് അള്ളാഹു ലയിച്ചിട്ടിക്കിടാതെ. അപ്പൊ അങ്ങനത്തെ ആലിമികളെ നേതൃത്വം കൊടുത്ത സംഘടനയിൽ ഞങ്ങൾ ഒരു മെമ്പർഷിപ്പ് ഇന്നെങ്കിൽ അള്ളാഹു താല കണ്ടിത്ത ഞങ്ങൾ അങ്ങനെ അവിടെ പത്ത് പാട്ടുമ്പോൾ ഞങ്ങളെ ഇപ്പൊ ഞങ്ങൾ ഉള്ളാളെ താജുലുലമ വലിയ മഹാനായിട്ടിക്കര്. അതുപോലത്തെ വലിയ മഹാന്മാരായിട്ടിക്കര്. ഇത് തലപത്തുള്ള വടകര മുഹമ്മദ് ആജി തങ്ങള്, മടവൂർ ഷെയ്ഖ് തുടങ്ങിയ വലിയ മഹാന്മാർ, വലിയ ഉസ്താദുമാർ.
ആ ഉസ്താദുമാർ സ്വർഗത്തേക്ക് പോകേണ്ടത് ഞങ്ങൾക്ക് ബറവാസ കണ്ടിത്താ ഉണ്ട് അങ്ങ സ്വർഗത്ത് പോയില്ല പിന്നെ അതിരാട്ടി പേലെ ഇവരുടെ ഞങ്ങളെ കണ്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളെ ഇബാദത്തും ഞങ്ങളെ നസീഹത്തും എല്ലാം അപ്പൊ അങ്ങോട്ട് ഞങ്ങൾക്ക് പോകണോട്ട് കണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് വരച്ചു തന്നത് ആ ഒരു ഞങ്ങൾക്ക് ഇട്ട ഒരു വ്യവസ്ഥ ಅದರ ಉಳ್ಗ ನಂಗೆ ಇನ್ನೆಂಗಿಲ್ಲ ಇನ್ಶಾಲ್ಲ ಖಂಡಿತ ಹಂಗಂದ ಹಾಕುವರು ನಂಡೆ ಸ್ನೇಹಿಸಿಟ್ಟು ನಂಡೆ ಪೆರವತ್ತು ಬಂದೆ ನಂಡೆ പിരിശക്കാർ നന്റെ പ്രസ്ഥാനത്തെ ആൾമാർ ചൊന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകേണ്ടവർ കണ്ടിത്ത അള്ളാഹു താല ആ കൂട്ടത്തിൽ ഞങ്ങളെ ഹിദ്മത്തും ഞങ്ങളെയും അള്ളാഹു പെടുത്തി തരട്ട് ഞങ്ങളെ മക്ക സന്താന പരമ്പര കിയാമെന്നാളത്തോളം അള്ളാഹു പൊരുത്തപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ഹിദ്മത്തിലായിട്ട് മരിക്കുന്നവർത്തോളം അവന്റെ ആലിമുകളുടെ നേതൃത്വമുള്ള ആ ഹിദ്മത്തിലായിട്ട് മരിക്കൂ ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം തരട്ട് ഇണ്ട് ഞങ്ങളെ പരിസര പല നിലക്കും മലിനമായ ഒരു അവസ്ഥയിലായിട്ടിക്കരുത് മക്ക സുബൈക്ക് പോയെങ്കിൽ അസർക്ക് വരുമ്പോ പലതും ഞങ്ങളെ പ്രസ്ഥാനത്തെ തപ്പിപ്പോണ്ട ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെ പ്രസ്ഥാനത്ത് നിലനിപ്പാട്ടുക ഇണ്ട് നടക്കുന്ന സംഘടന വ്യവസ്ഥ ഞങ്ങൾക്ക് അനിവാര്യമായിട്ടിക്കരുത് ಅದಕ್ಕೆ നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട താജുൽ ഉലമ സുൽത്താനുൽ ഉലമ നൂറുൽ ഉലമ അങ്ങായിട്ടിക്കരുത് ഞങ്ങൾ വലിയ നേതൃത്വം താഹിറുൽ അഹദൽ തങ്ങൾ തുടങ്ങിയ താജു ശരിയ ഉസ്താദ് തുടങ്ങിയ സുരിബേൾ ഉസ്താദ് തുടങ്ങിയ ഞങ്ങളുടെ ഉസ്താദുമാർ മശായിഖമാർ ഞങ്ങൾക്കെല്ലാം അള്ളാഹു മരണപ്പെട്ടു പോയ ഞങ്ങളെ പദവി അള്ളാഹു ഉന്നതമാക്കി കൊടുക്കട്ടെ ഞങ്ങളെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ ഞങ്ങളെ കൂടെ അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ ആഫിയത്തോടെ ഹയാത്തിലുള്ള ഞങ്ങൾ എല്ലാ ഉസ്താദുമാർക്കും സ്വാലി ഉസ്താദ് അടക്കമുള്ള സുൽത്താൻ ഉലമ ഉസ്താദ് അടക്കമുള്ള ബുൾമാർ ഉസ്താദിന്റെ ഉസ്താദ് അതുപോലെ പലരും എല്ലാവരും മാണി ഉസ്താദ് എല്ലാവർക്കും കാജൂർ തങ്ങൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഒരുപാട് കാലം അവരെ തണലിലായി ദീനിന് ഹിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അതുകൊണ്ട് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ ഈ ഒരു സദസ്സിൽ ഞങ്ങൾ വന്ന് എത്രയുള്ളത് ഞങ്ങൾക്ക് വലിയ ഭാഗ്യമായിട്ടിരിക്കുന്നത് അള്ളാഹു താല എല്ലാ മജ്ലിസ് ഇങ്ങനത്തെ മജ്ലിസ് അള്ളാഹു കബൂലാക്കുമ്പോ ആ മജ്ലിസിൽ ഞങ്ങൾ പെട്ടുപോയെങ്കിൽ ആ മജ്ലിസിൽ ഞങ്ങൾ ബർക്കത്തുണ്ട് ഞങ്ങൾക്ക് അവിടെ നാളെ സ്വർഗത്തിയത്തൊക്കെ കാരണമാവും ഞങ്ങളെ ദുനിയാവിടെ എല്ലാ ഹാജത്ത് വീടൊക്കെ കാരണമാവും ഈ മജ്ലിസ് റിഫായിസ് നിങ്ങളെ ബർക്കത്തിനും ബദരീങ്ങളെ ബർക്കത്തിനും ഞങ്ങളെ മഹാന്മാരെ ബർക്കത്തിൽ ഈ മജ്ലിസ് അള്ളാഹു കബൂലാക്കിയിട്ട് ഈ മജ്ലിസിൽ എന്തെല്ലാം ഉദ്ദേശം വെച്ച് ബന്ധരാ ഞങ്ങളെ ഉദ്ദേശം എല്ലാം എന്നാണ് ഹാസിലാക്കിയായിട്ട് ചൊല്ലുമ്പോ ഞങ്ങളും കൂടി അതിൽ പെട്ടിട്ട് ഞങ്ങളുടെ ഉദ്ദേശം ഹാസിലാവുക ഈ മജ്ലിസ് അള്ളാഹു കാരണമാക്കി തരട്ടെ ഞങ്ങളെ നിയത്ത് കൊണ്ട് അള്ളാഹു തല എല്ലാ ഉദ്ദേശം അള്ളാഹു ഹാസിലാക്കി തരട്ടെ ഇന്ന് ഇവിടെ നടത്തിയത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അസയ്യദ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ റാത്തീബായിട്ടിരിക്കുന്നു ഉസ്താദ് ജന്തു 45 നാളത്തോളം റിഫായി ഷേഖിയുടെ നിരന്തരമായ മൗലിദും മറ്റുള്ള മഹാന്മാരെല്ലാം അനുസ്മരണം ഇവിടെ നടന്നുകൊണ്ടിരുന്നു അതിന്റെ സമാപനം കൂടി ആയിട്ട് ഇണ്ടത്തെ തിങ്കൾ ചെന്നെങ്കിൽ ജുമാദിൽ ഊല റബിയുൽ അവ്വൽ ഞങ്ങളെ മുറ്റത്തെ പോയിട്ട് റബിയുൽ അവ്വൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവും വഫാത്ത് ദിനവും എല്ലാവുമായ റബിയുൽ അവ്വൽ ആ തിങ്കളെ ഞങ്ങൾ 1500-ാമത്തെ നബി ദിനത്തെ ഒരു തിങ്കളായിട്ട് ഈ വർഷം വന്നത് ഞങ്ങൾ അള്ളാഹു ഞങ്ങൾ ചെയ്ത എല്ലാ അമലും അള്ളാഹു കബൂലാക്കട്ടെ ഞങ്ങളുടെ മുറ്റത്തെ ഏതെല്ലാം നിലക്ക് ഞങ്ങൾ അതിനെ സ്വീകരിച്ചു നമ്മ ചെറിയ നിലക്ക് അള്ളാഹു അതെല്ലാം അവൻ്റെ അടുക്കൽ വലിയ കബൂലാക്കിയിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അതിൽ പിന്നെ വന്ന തിങ്കളായിട്ട് റബിയുൽ ആഖിർ റബിയുൽ ആഖിർ ചെന്നെങ്കിൽ ഹബീബായ മുത്തുനബി തങ്ങളും അമ്പിയാക്കളും കഴിഞ്ഞാൽ പിന്നെ സ്വഹാബാക്കൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ള ഔലിയാക്കളെ കുത്തുബായ കുത്തുബുൽ അഖ്താബു സുൽത്താനുൽ ഔലിയ ഗൗസുൽ ആലം തങ്ങളെ ആണ്ട് ദിനമായിരിക്കുന്നത് റബിയുൽ ആഖിർ പോണുന്നു അള്ളാഹു താല ആ തിങ്കളും ഞങ്ങളെ മുറ്റത്ത് പിരിഞ്ഞു പോയി കുത്തുബുൽ അഖ്താബ് തിങ്കളിൽ ഞങ്ങൾ ആ തിങ്കളിൽ ഒരുപാട് കുത്തുബിയത്തും ജലാലിയയും അതുപോലെ മുഹിയദ്ദീൻ മാലയും 11-ാം രാവിലെ ദിക്റും ഇങ്ങനെ മൊയ്തീൻ ശേഖ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് തർത്തീബാക്കി ചെമ്മ ഈ മജ്ലിസിലെല്ലാം ഞങ്ങൾക്ക് അള്ളാഹു കൂടെ ഭാഗ്യം തന്ന അള്ളാഹു താല അതെല്ലാം കബൂലാക്കി തരട്ടെ ഇത് ജുമാദുൽ ഊല ആയിട്ട് ഇത് അഖ്താബികളെ കൂട്ടത്തിൽ രണ്ടാമതായി എണ്ണിയ സുൽത്താനുൽ ആരിഫീൻ അസയ്യദ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ ആണ്ടിര തിങ്കളായിട്ട് അത് ഈ പണ്ട് മഗ്രിബ് ആയിട്ട് ആണ്ട് ഹിജറ 575 ഹിജറ 500 റജബ് 27 ആയിട്ട് ഗൗസുൽ ആലം റിഫായി ശൈഖ് തങ്ങളുടെ ജനനം 575 ജുമാദുൽ ഊല 12 ആയിട്ട് വഫാത്ത് ഇപ്പൊ ഞങ്ങൾ 11-2 ഇന്റെ മഗ്രിബാകുമ്പോ 12 മഗ്രിബ് റിഫായി ശൈഖ് തങ്ങൾ ആണ്ടായിട്ട് ഞങ്ങൾ ജുമാ റബിയുൽ ആഖിർ 11 എല്ലാ പള്ളിയിലും മുഹിയദ്ദീൻ റാത്തീബ് ഗൗസുൽ ആലം തങ്ങൾ വഫാത്ത് നാളായിട്ട് അതേപോലെ ഇന്റെ മഗ്രിബ് റിഫായി ശൈഖ് തങ്ങൾ വഫാത്ത് നാളായിട്ട് റിഫായി ശൈഖ് തങ്ങൾ ആണ്ട് നാളായിട്ട് ആ നാളോടനുബന്ധിച്ചിട്ട് ആ ഇവിടെ നടക്കുന്ന റിഫായി ശൈഖിന് ഒരു മജ്ലിസ് ആ റാത്തീബിൽ ഞങ്ങൾ കൂടെ കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് റിഫായി ശൈഖ് തങ്ങളെ വലിയ പരിചയമാക്കുന്നില്ല എല്ലാവരും എപ്പോഴും ലോകത്ത് വെച്ച് ഏറ്റവും വലിയ കറാമത്തും വലിയ കാരുണ്യത്തിന്റെ ഉടമയായ എല്ലാ ചരിത്രം ഞങ്ങൾ പലതും കേട്ടതായിട്ട് ഇപ്പൊ വലിയ വിശദമായിട്ട് ഏതും ചിലരുടെ ഇതൊക്കെ പോണില്ല ലോകത്ത് ആരും കാട്ടാത്ത ഒരേ ഒരു ഷെയ്ഖ് ഒരു വലിയ കാട്ടിയ ഒരു കറാമത്തായിട്ട്
റിഫായി ഷേഖിന്റെ അത് 6 മുന്നോളം കാട്ടിയിട്ടില്ല, എന്നും കാട്ടൊക്കില്ല. ഏതത്? ഹബീബായ മുത്തുനബി തങ്ങളെ മുട്ട പോയിട്ട് ഫി ഹാലത്തിൽ ബുദി റൂഹി കുന്തു വഹിയ നായിബതി അസ്ബായി ഖദ് ഹദറത് തുഹ്ലാ ബിഹാ സഫതി. ഹബീബായ മുത്തുനബി തങ്ങളുടെ അടുത്ത് പോയിട്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആലിം റിഫായി ഷേഖ് തങ്ങൾ ചൊല്ലു, നന്റെ റൂഹുടെ നായപ്പം കടത്തിക്കൊണ്ടിരുന്നു. ഹബീബായ മുത്തുനബി തങ്ങളെ മുട്ട നന്റെ റൂഹ് വന്നിട്ട് സലാം ചൊന്നുകൊണ്ടും കിതാബത്ത് പലക്ക പറഞ്ഞുകൊണ്ട് പോയോണ്ടിരുന്നു. ഇന്റെ അവിടുത്തെ പുള്ളി നാണ് അവിടുത്തെ ഹദറത്തേക്ക് വന്നരെ നക്ക അവിടുത്തെ രണ്ട് കൈ കാട്ടി ചുംബിക്കോക്ക് മുത്തൊക്കെ ഒരു അവകാശാക്കി തറന്നു ചൊല്ലുമ്പോ ലോകത്ത് അന്ന് വരെ കാട്ടാത്തതും അതിൽ പിന്നെയും കാട്ടാത്തതായ വലിയ ഒരു ഹബീബായ മുത്തുനബി തങ്ങളെ ആ മോജിസത്ത് ബഹുമാന റിഫായി ഷേഖ് തങ്ങളെ കറാമത്ത് അവിടെ രണ്ട് കൈ പറത്തിട്ടിട്ട് റിഫായി ഷേഖ് തങ്ങളെ മുത്തിയിട്ട് ആ കൈ അങ്ങനെ ഉൾകപ്പോണ്ട്. ഇത് റിഫായി ഷേഖ് തങ്ങളെ കറാമത്ത്. അപ്പൊ റിഫായി ഷേഖ് തങ്ങളുടെ സ്ഥാനം എവിടെയായിട്ടുള്ളത് ഒരു ഇതിൽ മതി. ഹബീബായ മുത്തുനബി തങ്ങളെ കൊടുത്ത കബൂലിയത്ത് അതിന് മുന്നോളൂ. ഞങ്ങൾ ഇവിടെ ചൊല്ലോന്റെ ചെമ്മ ഇത് ചെന്നില്ലേ, യാ സയ്യദി യാ ആരിഫീൻ അഹമ്മദ് അൽ കബീർ റിഫായിന്റെ വിളിക്കുന്ന ആ പേര് അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ല വലിയ സ്ഥാനത്തുള്ള റിഫായി ഷേഖ് തങ്ങൾ. റിഫായി ഷേഖ് തങ്ങൾ അത്ര വലിയ സ്ഥാനത്തിന്നെങ്കും കരുണ ചെയ്യൽ വലിയ മുന്നലിന്തി ആ പാവങ്ങളൊട്ടിಗೆ എന്തെല്ലാം ಹೆಲ್ಪಾಕಡೆ കണ്ണ് കാണാത്തെങ്കിൽ നിങ്ങളെ കൈ പിടിച്ചിട്ട് വേണമോടിಗೆ എത്തുപാട്ടെ ಬೇರೆ ಅಂದ್ರೆ ಈ ಕುಷ್ಠರೋಗ ഇതില്ല ಇಂತല്ലേ ಅಂಗಳೆಲ್ಲ ಅಂಗಳ ತಲೆಬಾರಿ ಕೊಡ್ಕರೆ ಅಂಗಳ ಕುಳಿಪಾಟ್ರೆ ಅಂಗಳ ಡ್ರೆಸ್ಗಳಿಗೆ ಕೊಡ್ಕರೆ ಅಂಗಳ ಒಟ್ಟಿಗೆ തെച്ചിട്ട് ಅಂಗಳ ಒಟ್ಟಿಗೆ ഫുഡ് ഉണ്ണുടെ ഇതെല്ലാം ചൊന്നെങ്കിൽ ഒരാളെയും തെല്ല് താത്തിട്ട് കാണാത്ത ഒരു മനോഭാവമായിട്ട് റിഫായി ഷേഖ് തങ്ങൾ ഞങ്ങൾക്ക് പാടായിട്ടിക്കറി. നായിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടിക്കോരെല്ലാരും അല്ല. ഒരു നായി ഇടി ഓടേ ഒരായത്ത് ആരും അതിക്ക് തണ്ണിയും കൊടുക്കില്ല, അതിനെ നോക്കില്ല, അതെല്ലാം മേലിടി ചീഞ്ഞ് നാറിയോണ്ടുണ്ട്, പുളുവായിട്ട് ഇലിഞ്ഞോണ്ടുണ്ട്. ആ നിലക്ക് ആ നായി ഓരോരോ കേട്ട് ഓടുമ്പോൾ അവിടെ കല്ലെറിഞ്ഞ് ഓട് പാട്ടുമ്പോ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു അത് എന്താക്കട് സ്വീകരിക്കട്. ഞങ്ങൾ ചെമ്മ അത് കണ്ടത് ഞങ്ങൾ കേട്ടതും ഞങ്ങൾക്ക് ഒന്ന് നെനപ്പാക്കോ മാത്രം നടത്തിച്ചുകൊണ്ട് അതിലെന്താ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു നായിനെ വള്ളിയിട്ട് പിടിച്ചപ്പോണ്ട് ആ ആൾമാരെല്ലാം നോക്കിയോണ്ടുള്ള അറിയാണെങ്കിൽ എന്റെ അയാൾ ഇത്ര വലിയൊരാള് ഒരു നായിടെ ആർക്കും വേണ്ടാത്ത നായിടെ പിടിച്ചിട്ട് അയാള് കൊമ്പോയിട്ട് ആരുമില്ലാത്ത ജാഗത്ത് ഒരു ടെന്റെല്ലാം ഇട്ടിട്ട് അതിനോൾക്ക് അതിനെ വെച്ച തണ്ണിയെല്ലാം ആക്കിയിട്ട് കുളിപ്പാട്ടിട്ട് അതിക്ക് വേണായ ഇതെല്ലാം തേച്ചിട്ട് ഓയിറ്റ്മെന്റ് എല്ലാം തേച്ചിട്ട് ഇതാക്കിയിട്ട് അതിനെ പുണ്ണു ഉണങ്ങോക്കും നാളും അതിനെ ശുശ്രൂഷാക്കി തിന്നോക്കെല്ലാം കൊടുത്തിട്ടു ഒരു 40 നാളാകുമ്പോ നല്ല ഫ്രഷ് ആയിട്ട് കുളിപ്പാട്ടിട്ട് നല്ല ഇതാക്കിയിട്ട് അതിനെ കൂട്ടിക്കൊണ്ട് പറയുമ്പോ അയാൾ എല്ലാവരും നോക്കും നല്ല ഗട്ടി പുഷ്ടമായ നായി. അന്നത്തെ നായി ചൊല്ലേ റിഫായി ഷേഖ് റളിയല്ലാഹു ചെമ്മയാൾ പ്രശ്നിച്ചാർ, നിങ്ങൾ എന്തൊക്കെ ഇങ്ങനെ ആക്കിയാർ ഒരു നായിടെ ചൊല്ലുമ്പോ അല്ലാഹു തആല നല്ല മുട്ട നാളെ അവിടെ മഹ്ശറിൽ കേൾക്കുക, ഏ അഹമ്മദേ ഏ വഹിമിതേച്ചരെ അഹമ്മദേ നിക്ക് ഇത്രയെല്ലാം നിങ്ങൾ റഹ്മത്ത് ചെയ്യുമ്പോ നന്റെ ഒരു സൃഷ്ടി ഞാൻ പഠിച്ച ഒരു സൃഷ്ടിക്ക് ഇത്രയും താകായിട്ട് സാരില്ലാണ്ട് നേട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ നിക്കൊരു ചെറിയ കൃപ കണ്ടില്ലേണ്ട് കേൾക്കുമ്പോ ഒരു ചെറിയ കൃപ നിക്ക് മനസ്സിൽ വന്നില്ലേണ്ട് കേൾക്കുമ്പോ നാ റബ്ബുരുട്ട നന്റെ ഒരു ചെറിയ കൃപ കാട്ടിയതായിട്ട് നാണൊരു അല്ല പഠിച്ച ജീവിലോട്ട് കൃപ കാട്ടുമ്പോ റബ്ബ് നക്ക് കൃപ കാട്ടുവാണ്ടുള്ള ആ ഇതില് അറാഹിമൂന ഇർഹമുഹുമുർ റഹ്മാനു തബാറക വ തആല ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുഹും മൻ ഫിസ് സമാ ഔ കമാ ഖാൽ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും നിങ്ങൾ റഹ്മത്ത് ചെയ്യുക എന്നെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യും. മേൽഭാഗത്തുള്ള അല്ലാഹു തആല നിങ്ങൾക്ക് എന്താക്കും റഹ്മത്ത് ചെയ്യും. ആ ഒരു ഇതായിട്ട് നാണ് റഹ്മത്ത് ചെയ്തായിട്ട് ചെന്നിട്ട് ആ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു അന്ന് കൊടുത്ത് ആ ഒരു ഇത്. അതുപോലെ റിഫായി ഷേഖ് റളിയല്ലാഹുവിന്റെ ഓരോരോ വിഷയത്തിൽ നോക്കിയെങ്കിലും റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു വലിയ ഒരു കഷ്ടം ചെന്നെങ്കിൽ അള്ളാഹുടെ പരീക്ഷണത്തിൽ വളർന്ന ആളായിട്ടിരിക്കുന്നു. ഔത്തുല പോലെ പെഞ്ഞയുടെ ഭാഗത്ത് പോലെ റിഫായി ഷേഖ് തങ്ങൾക്ക് വലിയൊരു സന്തോഷം ഇല്ലാത്ത ആ മഹാന്മാർ ചൊല്ല കിതാബിൽ ചൊല്ല റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു പെഞ്ഞയുടെ ഇത് കൊണ്ടായിട്ട് വലിയ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു ഒരു കേസ് ചൊല്ല പണ്ടേ പെഞ്ഞയുടെ കേസ് ചൊല്ല പറയുമ്പോ പെഞ്ഞയുടെ കൂടെ ഗലാട്ടയാണുണ്ട് ഔത്തില് റിഫായി ഷേഖിനെ പെഞ്ഞായി റിഫായി ഷേഖിനോട്ട് ഭയങ്കര ആയോണ്ടുണ്ട് ഈ ബന്ധങ്ങൾ പിറപോണ്ടാണ്.
അങ്ങനെ അപ്പൊ ആരെ കേട്ടത് ഇത്ര വലിയൊരു വലിയായിട്ടല്ല നിങ്ങൾ പെഞ്ഞാന്തേ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ അപ്പൊ അയാൾ ചൊല്ലുന്നു നന്റെ സ്ഥാനം ഉയർക്ക് കാരണം ഇതായിട്ട് പെഞ്ഞായിമാർക്ക് ഇരിക്കുന്ന സപ്പോറാക്കിയത്. അപ്പൊ അങ്ങനത്തെ എല്ലാം വലിയ സ്ഥാനത്ത് കിട്ടുകൂ ചെമ്മ കഷ്ടപ്പാടെല്ലാം വേണം. അപ്പൊ അത് എന്താണ് നീട്ടി നീട്ടി ചൊല്ലില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ റിഫായി ഷേഖ് തങ്ങളെ തങ്ങൾ പിടിക്കണം. ഏത് വിഷയത്തിലും അഹമ്മദുൽ കബീർ റിഫായി ഷേഖ് വലിയ കറാമത്ര മഹാനായി എന്ത് വിഷയത്തിനും പരിഹാരം റിഫായി ഷേഖിന്റെ അടുക്കലുണ്ട്. പ്രത്യേകിച്ചും സുമ്മു വിഷത്ത് ഈ ബസ പാമ്പിടെ ഇതിലെല്ലാം ഞങ്ങൾക്ക് ഇജാസത്തിലുള്ളതാണ്. ഞങ്ങൾ യൂസുഫ് ഉസ്താദ് വൈരികെട്ട് വലിയ അസ്മായുടെ ആളായിട്ട് വീട്ടിലത്തെ വൈരികെട്ടില് ഞങ്ങൾ ഒരേ ഉസ്താദോടെ ലുക്മാൻ ഉസ്താദും ഈ ഉസ്താദും നാണും തങ്ങളും പിന്നെ ഞങ്ങളുടെ മുഹമ്മദ് ഉസ്താദ് എല്ലാം ഞങ്ങൾ പാണാവള്ളി ഉസ്താദിന്റെ ഈ ആത്മീയമായ ചികിത്സയുടെ ശിഷ്യന്മാരായിട്ട് അള്ളാഹു ഞങ്ങൾക്ക് ഉസ്താദും അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ട് ഞങ്ങൾ പഠിച്ച പഠിപ്പിലും ഞങ്ങൾ അള്ളാഹു താല അസ്രാറിന്റെ ഉലൂമുകൾ അള്ളാഹു ഞങ്ങൾക്ക് ഭയപ്പെടുത്തി തരട്ട്. അസ്രാറിന്റെ ഉലൂമ് കൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹു താല അള്ളാഹുവിന്റെ അടുക്കേക്ക് അള്ളാഹുവിന്റെ മഹാന്മാരിലേക്കുള്ള സുലൂക്കാവുള്ള തൗഫീഖ് അള്ളാഹു താല ഞങ്ങൾക്ക് തരട്ട്. അതുകൊണ്ട് ആ മഹാന്മാരെ തെരുളി ഞങ്ങൾ പോണം, ഞങ്ങളെ പാഠം ഞങ്ങൾ പഠിക്കണം, ഞങ്ങളെ ചരിത്രം പഠിച്ചിട്ട് ആ ചരിത്രം ഞങ്ങൾ ഉൾക്കൊള്ളണം. ഞങ്ങളുടെ ജീവിതം ഉണ്ട് പരിസരം പല നിലക്കും ചൊല്ലുക ആവാത്ത വിഷയത്തിൽ ഇത് ദുനിയാവ് പോയോണ്ടുണ്ട്. ഞങ്ങളെ മക്ക ഞങ്ങളെ പിടുത്തത്തിൽ കിട്ടിയോണ്ടില്ല. ഏത് വിഷയത്തിലും ഞങ്ങളെ മക്ക ഞങ്ങൾ ചെന്ന പോലെ കൺട്രോൾ കിട്ടിയോണ്ടില്ല. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനത്തെ മജ്ലിസുകൾ മക്കളെയും ഫാമിലി എല്ലാം കുറഞ്ഞ് ദൈപ്പാട്ടിട്ട് അവിടെ ഈ ഇങ്ങനത്തെ ഒരു മജ്ലിസിന്റെ ബർക്കത്തിൽ മഹാന്മാരെ മദത് അങ്ങളെ തർബിയത്ത് അങ്ങളെ കൺട്രോൾ കിട്ടിയെങ്കിൽ ഞങ്ങളെ ഫാമിലിയിൽ നിന്ന് എന്താവും ഒരു നല്ല നിലക്ക് പോകുള്ള ഒരു ഭരവസ ഞങ്ങൾക്കുള്ള ഇങ്ങനത്തെ മജ്ലിസുകൾ മാത്രമായിട്ട് ഞങ്ങളെ ഇത് പളക്ക കേൾക്കുന്നുണ്ട്. ഞങ്ങളെ മക്ക റെഡിയാവില്ല. ഉസ്താദ്മാരെ പളക്ക കേൾക്കും ശിഷ്യന്മാരുണ്ട് റെഡിയാവില്ല. ഉണ്ട് അങ്ങ് സ്കൂളിലെ പ്രതിഭട്ടനെ പോലെ മക്ക പ്രതിഭട്ടനക്ക് എല്ലാത്തുക്കും ഉണ്ട് മക്ക. ആ ഒരു ഇന്നത്തെ ജനറേഷൻ അങ്ങനെ ആയിട്ട് പണ്ട് ചെന്നെങ്കിൽ ഉസ്താദ് ജോയിയുടെ പോലെ പേടിപ്പാട്ടി വണിന്നാറ്. ഇന്ന് ഉസ്താദ് ജോയി ആയെങ്കിലും മക്ക ഫിറ്റെന്നാൾ മക്ക ഇല്ല അവിടെ. ഞാൻ അനുഭവിച്ചോന്നില്ല നല്ല ദർസിൽ മക്കളെ യാറെ പേടിപ്പാട്ടോ കൊന്നില്ല ബടി പിടിക്കോ കൊന്നില്ല. ചിലപ്പോ മക്ക റായത്ത് അവത്ത് വന്നിട്ടിക്കിടാറ്. മക്ക സ്കൂളിൽ പോയിട്ട് മക്കയ്ക്കല്ല എന്ത് കേട്ടെങ്കിൽ ഉസ്താദ് ജോറാക്കിത്ത് ഉസ്താദ് അടിച്ചിട്ട് പിന്നെ മാനേജ്മെന്റ് ആദേശം വേണ്ട ഉസ്താദ് അടിക്കണ്ട ഈ അടിക്കണ്ടുള്ള ആദേശം മക്കൾ എതിർ വന്നിട്ടാകുമ്പോ മക്കൾക്ക് ധൈര്യമാവിടും. ഞങ്ങളൊട്ട് മാനേജ്മെന്റ് ഉണ്ട് ഉസ്താദ് അടിക്കോ വിടില്ല. അപ്പൊ ഞങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ആക്കാ ചെന്നിട്ട് ഒരു സ്കൂളിൽ കുറെ മക്കളെ സസ്പെൻഡ് ആക്കിയത്. കാരണം എന്തിനാ മക്ക ടീച്ചർ ലെക്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കും മക്കൾക്ക് അതിരെ ഖ്യാലയില്ല. മക്കളതായ ഒരു ഇത് മക്ക ഒരു യന്ത്രം ഒരു ധൈര്യം. പണ്ട് ഞങ്ങൾക്ക് അങ്ങനല്ല. ഞങ്ങളെ പണ്ടത്തെ സ്കൂളിന്റെ എല്ലാം പേടിയാവും ടീച്ചർമാരതും മാസ്റ്റർമാരതും ദർസിൽ ഉസ്താദുമാരെല്ലാം ഒരു പേടി ഇണ്ടും ഉണ്ട്. നക്ക് ബുൾമാർ ഉസ്താദ് അണ്ടും എന്നെ പഠിപ്പാട്ടിൽ ചെറിയ ഫസ്റ്റ് ഉസ്താദ് മദ്രസയിൽ വെക്കും ദർസിൽ വെക്കും. പിന്നെ നാണ് താജുസേന ഉസ്താർ മുട്ട പോണ്ടേ പിന്നെ എ പി ഉസ്താറോട്ടെല്ലാം പോണ്ടേ. അയങ്ക് നക്ക് യാറെ പേടിയുള്ളൂണ്ടല്ലേ ഞാൻ ദർസിൽ പഠിച്ച ഫസ്റ്റ് പഠിപ്പ് ആ മദ്രസയിൽ പോയിട്ട് കേട്ടതും അണ്ടത്തെ അടിയായിട്ട് കയറിണ്ട് നക്ക് യാറെ പേടിയുള്ളേ. അത് എല്ലാവർക്കും അണ്ട് ഞങ്ങൾ ഇപ്പൊ ഞങ്ങളോട്ടിരിക്കുന്ന മക്കളെല്ലാം ഞങ്ങളോട്ട് പഠിച്ചുകൊണ്ടിരിക്കും മദ്രസയിലല്ല. ഇപ്പൊ നാണ് ഉള്ളവിടെ അവിടെ ഉള്ളായിരുന്നു മനക്ക് ഇനി പതിൽ നമുക്ക് അങ്ങനെ ചൊല്ലാറ് ഉസ്താദ് രണ്ടത്തെ അടിയും ഇല്ല പറച്ചളും ഇല്ല എന്തും ഇല്ലാണ്ട് ഇപ്പൊ ഭാരി കൂളായിട്ട് ഇപ്പൊ ഞങ്ങൾ ഇലകൊത്തിരെന്താ വേണ്ടി വരുന്നത് ഞങ്ങളുടെ ആ പണ്ടത്തെ സ്വഭാവം എടുത്തെങ്കിൽ ഞങ്ങൾ ഒരുത്തരം തേക്കേണ്ടി വരും. വേറെ ആരും ഞങ്ങളൊട്ടിക്കല ആ അവസ്ഥക്ക് എത്തിയത്. അപ്പൊ അത് കൊത്തിട്ടുള്ള ട്രെയിനിങ് ആയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടുള്ളേ. ഇന്റെ ഇത്രയും നിലക്കുള്ള ഈ ട്രെയിനിങ്ങും ഈ വ്യവസ്ഥയിൽ എന്ത് കാക്കട എന്നെങ്കിൽ മക്കളെ ഏത് രൂപത്തിൽ ഞങ്ങളെ മൈൻഡിൽ എങ്ങനെ ഉണ്ട് മൈൻഡ് സെറ്റ് അത് കൊത്തിട്ട് ഞങ്ങൾ ഇൽമ കൊടുക്കുക എങ്ങനെ അവിടെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഞങ്ങൾ വേണ്ടത് ഞങ്ങൾ പണ്ടത്തെ അതുപോലെ നിൽക്കരെ പഠിക്കരങ്ങ പഠിക്കട്ടെ ചെന്നെങ്കിൽ ഉണ്ടാവില്ല. ഇണ്ട് ഞങ്ങൾ ഔത്തുലും അങ്ങനെ നാണ് ബാപ്പ നാണ് ഉമ്മാണ്ടുള്ള ആ ഒരു ഗർവ ആ ഒരു പവർ കാട്ടിയെങ്കിൽ മക്ക വേറെമ്മേ അവിടെ ടീമായിട്ട് അപ്പവും മകേതരായിട്ട്. അപ്പൊ ആ നിലക്ക് മക്കളെ ഇണ്ട് പിരിസാക്കിയിട്ട് മക്കളെ ഞങ്ങളെ ചെലുത്ത് കേൾക്കും പോലെ അങ്ങനെ ഒരു ഇതിൽ ഞങ്ങൾ ഇലിഞ്ഞിട്ട് കുറെ എങ്ങനെയാണെങ്കിൽ സ്വബയ്ക്ക് എന്തൊരു നാഷ്ടാക്കണ മക്കളോട്ട് കേട്ടാക്കണം. അപ്പൊ മക്ക തിന്നരാറ്. കുറെ ആളങ്ങനെയല്ല നാഷ്ടാക്കിട്ട് തിന്ന് ചെന്നിട്ട് ഇത് കൊടുക്കരുത്. അപ്പൊ മക്ക തിന്നില്ല. മക്ക പിന്നെ പോയിട്ട് വാട്ടലിലെ ഫാസ്റ്റ് ഫുഡ് ഇതാവിടാറ് അടിമ ആവിടാറ്. അപ്പൊ ആ രൂപത്തിൽ എല്ലാം ഈ പഠിക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഔത്തിന് പഠിപ്പാട്ടൊരു വിഷയം മക്കൾക്ക് അതില് ഉമ്മ അപ്പൊ മൊബൈൽ നോക്കി ദഹിക്കട അല്ലെ ടി വി നോക്കി ദഹിക്കട മക്ക ഓതോറ ചെല്ലേ മക്ക ഇതാവില്ല. നക്ക് ഈ ചൊക്കപ്പെട്ട അസ്രഫ് സാറിന്റെ എന്ത് കലർക്കത്ത് എന്റെ SSLC പഠിപ്പാട്ടിയ സാറ് അയാൾ ചെന്ന് കഴിഞ്ഞാൽ അയാൾ ജോക്കട്ടെ അയാളെ ബോബ 4 ഗಂಟೆಗೆ നാ പഠിക്കുമ്പോ ബോബ എണിച്ചിട്ട് ബോബക്ക് അത് തരില്ല. അയാൾ ബോബ നിങ്ങൾക്ക് കുന്തുള്ള ആളായിട്ട് പേര് മറന്നത്. ബോബ എന്താക്കുന്ന ഒരു പേപ്പർ പിടിച്ച് തയ്ക്കര് 3 ಗಂಟೆ 4 ಗಂಟೆ സുബൈക്ക് മുന്നോളൂ മോണു ഇപ്പറ പഠിക്കോ തയ്ക്കര് മോണു പഠിക്കര് ബോബും ഓതും. ബോബ യഥാർത്ഥ പേപ്പർ ഓതില്ല. ഈ പുള്ളി ഓതൊക്കെ വേണമായിട്ട് ബോബ മുട്ട തെച്ചിട്ട് പേപ്പർ നോക്കര്. ആ രൂപത്തിൽ പഠിപ്പാട്ടിയതായിട്ട് പണ്ടത്തെ
ಇಂದು ನಂಗೆ ಮಕ್ಕಳ ಓದೋ ಚೊಲ್ಲೆ ಮಕ್ಕಳ ಎಲ್ದೋ ಚೊಲ್ಲೆ ನಂಗೆ ಟಿವಿ ಇಲ್ಲ ನಂಗೆ ಮೊಬೈಲ್ ಇಲ್ಲ ಬೇರೆ ഇതിൽ ഇന്നെങ്കിൽ എങ്ങനെ മക്ക ഇതാവുള്ളൂ ബാപ്പക്ക് വേറെ സ്വരമില്ല അയാൾക്ക് നോക്കാമോ ഞങ്ങൾക്ക് നോക്കുന്ന തീരെയുണ്ട് ഉസ്താദിന്റെ ബകയും വേണ്ടേ ബാപ്പുമാരുടെ ബകയും വേണ്ടേ അപ്പൊ ആ ടൈമിലെല്ലാം ഞങ്ങ മക്കളെതിര് ആ മക്ക ഇണ്ടുണ്ടല്ലേ ചൊല്ല ഞങ്ങളെ പലക്ക കേക്കില്ല അതേ ജാതി ഞങ്ങൾ അനുകരിക്കണം ബാപ്പ എന്തിനാക്കട ബാപ്പ നേരെ ചൊല്ല മക്ക ബാപ്പ മക്കളുടെ ഫോൺ എടുത്തില്ല ബാപ്പ ഇല്ല ചൊല്ലടി മോളോ കട കൊടുക്കുകയോ ചില പല സുഹൃത്തിന് പൈസ കൊടുത്തിട്ടിരിക്കല അപ്പൊ മോളെ മുട്ടാലെ മോണ്ട മുട്ട ചൊല്ലു ബാപ്പ ഇല്ല ചൊല്ലു ബാപ്പ അർത്ഥ പോയിരുന്നു ഈ മോൾ ആള് കളവ് ചൊല്ലു അത്ര വിഷയമല്ലേ ബാപ്പ ചൊന്തല്ല അപ്പൊ ഞങ്ങൾക്ക് എന്തു ഒരു പ്രോബ്ലം അവിടെ ഞങ്ങൾ അപ്പൊ കളവ് ചൊല്ലാണ്ടുള്ളത് മക്ക പഠിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഉസ്താദ് എത്ര നസീഹത്താക്കിട്ട് ബാപ്പ ചെന്നിട്ട് നീ കളവ് ചൊല്ലു തീരാ മോലെ നേരെ ചൊല്ലണു ചെന്നെങ്കിൽ സ്കൂളിൽ പോയില്ലേ വന്നിട്ട് പോയിടേ ചൊല്ലു എന്ത് ബാപ്പ പൈസ കൊടുക്കുക ഇല്ലാത്ത ബാപ്പ നാണില്ല ചൊല്ലോ ചൊന്നരല്ലേ അതേ ബാപ്പല്ലേ എന്റെ ബാപ്പമല്ലേ നാണ് അതേ അല്ലേ കണ്ട് പഠിക്കറേ ഉമ്മമാരും അങ്ങനെ ബാപ്പമാർ ഞങ്ങൾ ബാപ്പമാർ ഔത്തുലു ബാങ്ക് കേൾക്കുമ്പോ പള്ളിക്ക് പോകേണ്ട ഹാബിറ്റ് ഇന്നെങ്കിൽ ബാങ്ക് എടുത്തല്ലേ പള്ളി പോയാൽ ചെന്ന് പോകേണ്ട ഒരു ഹാബിറ്റ് ഇന്നെങ്കിൽ മക്ക അതേ ഇതിൽ വേണ്ടാറ് അവർ 5-6 വർഷം മക്ക ഇല്ല നിസ്കാരല്ലേ ബാങ്കായത്രല്ലേ പെഞ്ഞായി നിസ്കരിക്കില്ല ചൊല്ലുമ്പോ നിസ്കരിക്കുമ്പോ വസ്ത്രത്തുള്ള ടൈം ഉണ്ടല്ലോ ലോറ് കൊണ്ടിട്ടായിട്ട് പിന്നെ നിസ്കരിക്കുക അവിടെ മടി വന്ന് പിന്നെ മക്കളാലെ കൊണ്ടിട്ട് പോകേണ്ട ഇങ്ങ ആയെങ്കിൽ നിസ്കാരം അല്ലെങ്കിൽ ഇങ്ങനെ നിസ്കരിക്കുവാർ അത് ചെയ്യല് മക്ക എന്തില്ല ആ ഗൗരവം വേണ്ടില്ല ഇനി ഔത്തിരിക്കിടെങ്കും ഉമ്മമാർ ബാങ്കായപ്പ ഒതു എടുക്കണല്ലേ ബാങ്കാകുമ്പോ ഓരോരുത്തർക്ക് ആക്കിടെ അല്ലുഹ നിസ്കരിക്കരെ തഹജ്ജുദ് നിസ്കരിക്കും മക്കളെ വണത്തിരെ ഇതെല്ലാം ഞങ്ങളെ കണ്ടിട്ടായിട്ട് ഇണ്ടത്തെ കാലത്ത് മക്ക തെല്ലെങ്കും മക്ക ബദലാവണം അവിടെങ്കിൽ അതേ സ്ഥാനത്ത് ഞങ്ങൾ എത്ര ചൊന്നെങ്കും തിയറിണ്ട് അത് യൂസ് ആവുള്ളൂ അതേ ജാഗില് പ്രാക്ടിക്കൽ യൂസ് ആവുള്ളൂ ഇണ്ട് ഞങ്ങൾ ഈ പ്രീ സ്കൂളുകളെല്ലാം കണ്ടല്ലേ അങ്ങനെ ദിക്കറി ഇതെല്ലാം പഠിപ്പാട്ടെ എങ്ങനെ ആ ടീച്ചർമാർ മിസ്സുമാർ അങ്ങോട്ടൊട്ടുകെ നട്ടനാക്കിയിട്ട് അങ്ങ് ദിക്കറി ചൊന്നിട്ടു അങ്ങ് കിടക്കുമ്പോ ദിക്കറി ചൊന്നിട്ടു അങ്ങ് ചൊല്ലുടെ ഇങ്ങ ചൊല്ലൊരു ചൊല്ലില്ല അങ്ങ് ചൊല്ലുടെ ആ ചൊല്ലത് കണ്ടിട്ട് ഈ മക്ക ചൊല്ലെ ഈ രൂപത്തിലുണ്ട് എന്താക്കണം ഞങ്ങളെ ബാപ്പവും അല്ല മാതരിയായെങ്കിൽ ഞങ്ങളെ മക്ക മാതരിയാവിടാറ് ഉസ്താദുമാർ മാതരിയായെങ്കിൽ മക്ക മാതരിയാവിടാറ് അപ്പൊ ആ രൂപത്തിൽ ഇന്നത്തെ മക്കളെ ഞങ്ങൾ ഭാര്യ ജാഗ്രത ആക്കണം ഈ കാലത്ത് പേടിക്കുന്ന ഒരു വ്യവസ്ഥ ആയിട്ട് അള്ളാഹു താല ഞങ്ങളെ മക്കളെ അല്ലാഹു സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ ഞങ്ങളെ ഉമ്മമാരെ പെങ്ങന്മാരെ അല്ലാഹു സ്വാലിഹ്യങ്ങളാക്കി തരും പല ഇന്ന് സൗകര്യമുണ്ട് ഞങ്ങൾ ഏത് തപ്പുദാരിക്കും നല്ല ദാരിക്ക് പോകേണ്ട അവകാശമുണ്ട് മൊബൈലിന്റെ ഓൺലൈനായിട്ട് ഞങ്ങളെ സലാത്ത് എപ്പോഴും നടക്കരുത് ബാക്കി എല്ലാ മജിലിസ് ബാൻഡാ ചൊല്ലല്ല ചെമ്മ ആൾമാർ ബാക്കി അനാവുത്തത്തില് ടിവിയും അതും ഇത് നോക്കി ദയിക്കിട സമയത്ത് ഈ ഓൺലൈനിൽ സലാത്തും ഹദ്ദാദ് ചൊല്ലതിൽ ചെമ്മ ബദലാവാനായിടാറ് ബാക്കിയ തബാറക്കല്ല പക്ഷെ അത് മിത്തിമീരി പോയിട്ട് പിന്നെയും മൊബൈൽ വെക്കാണ്ട് പിന്നെ അതിൽ അപ്പുറം പോകേണ്ടതായ ഒരു വ്യവസ്ഥയെ തൊട്ടു ഞങ്ങൾ ഭാര്യ ജാഗ്രത തെല്ല കൺട്രോൾ എല്ലാം വേണു ഔത്തിലായെങ്കിലും എവിടെയെങ്കിലും മക്കായെങ്കിലും മക്ക മൊബൈൽ കൊടുക്കാതെ നടക്കില്ല ആയെങ്കിൽ ഒരു 5 നിമിഷം 10 നിമിഷം മൊബൈൽ കൊടുക്കാം അതെന്ത് പ്രോബ്ലം ഇത് 24 ഗಂಟೆ മക്ക എവിടെ ഉള്ളറിണ്ടിക്കില്ല ഔത്തിക്ക് എത്തിയെങ്കിൽ ഞങ്ങളെ മൊബൈൽ എവിടെ പോയിട്ട് മക്കളെ കാണാണ്ടായെങ്കിൽ മൊബൈൽ ഇല്ലാണ്ട് കണക്ക് കയ്യിൽ മൊബൈൽ ഇല്ലാണ്ട് അങ്ങനെ ആ രൂപത്തിലല്ലേ കിടക്കുന്ന കാലത്തുണ്ടല്ലേ ഞങ്ങൾ ഭാര്യ ജാഗ്രത ആക്കണം അള്ളാഹു താല നാണെന്ത് ചെമ്മ ചൊല്ലില്ല ലുക്മാനുസ്ത ചൊന്നതിക്ക് വേണമായിട്ട് നാ പിന്നെ ഒരു ചൊല്ലൊക്കെ വന്നതും അല്ല ലുക്മാനുസ്ത അതിൽ ഒരു മജിലിസിന്റെ ബർക്കത്ത് എടുത്തിട്ട് ഞങ്ങളെ സാധിക്കരെ പോലെ ഫാറൂഖ് എംസിനെ പോലത്തെ ഞങ്ങൾ ഉള്ളവരല്ല ഞങ്ങളൊന്ന് കണ്ടിട്ട് ഞാൻ വന്നിരെ അങ്ങ് കണ്ടില്ല കേൾക്കണ നിങ്ങൾ എന്താ വന്നിട്ടുള്ള ഉസ്താദ് അപ്പൊ ആ രൂപത്തിൽ എല്ലാവരും ഒന്ന് മുഖം കാണുക എല്ലാവരും ഒന്ന് കാണുക പിന്നെ ഞങ്ങളെ നടപ്പിക്കലല്ലേ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും 50 പാസ്സായിട്ട് ഞങ്ങൾ അപ്പറായിനി അല്ലാറെ മുട്ടാണ്ടുള്ള ഞങ്ങളെ യൗവാനെല്ലാം പോയിട്ട് കെ ഉസ്താദ് ചൊല്ലുടെ ഒരു പേര് നിങ്ങളെ മനസ്സിൽ എപ്പോഴും നെനപ്പ് വേണം അയക്കായിട്ട് കിരിക്കിരി ആയിക്കൊണ്ടിരിക്കരുത് കിരിക്കിരി ആയിക്കൊണ്ടിരിക്കരുത് ഈ നെനപ്പ് എന്തെങ്കിലും ചൊന്നെങ്കിൽ നല്ലത് കായിട്ട് ഞങ്ങളെ ഒരു എന്തെങ്കിലും വിഷയം കിട്ടുമ്പോ ഞങ്ങളെ ആരോഗ്യത്തിന് നിങ്ങൾ ദ്വാരക്കണം എപ്പെങ്കിലും മരിക്കുന്നത് ഹക്കായിട്ട് അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘായുസം ഞങ്ങൾക്ക് തട്ടുന്നത് എന്തോ ആക്കിയിട്ടില്ല മരിക്കോ കുച്ചൊല്ലോ ഞങ്ങൾക്ക് ധൈര്യമേ നാവൂര് പണ്ടില്ല മരിക്കരണ്ടുള്ള ഒരു ചെറുവും ഞങ്ങൾക്ക് തോന്നുകയില്ല